സൗദിയിൽ വിദേശികൾക്ക് ഏർപ്പെടുത്തിയ ലെവി പുനഃപരിശോധനാ ഫലം ഒരു മാസത്തിനകം അറിയാമെന്ന് വാണിജ്യമന്ത്രി പറഞ്ഞു. ലെവി സംബന്ധിച്ച് പഠിക്കാൻ സാമ്പത്തിക മന്ത്രാലയം ചുമതലപ്പെടുത്തിയ പ്രത്യേക കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം മന്ത്രാലയം തീരുമാനമെടുക്കും. കമ്പനികളും സ്ഥാപനങ്ങളും അടച്ചുപൂട്ടുന്നതിന്റെ കാരണം ലെവി മാത്രമാണെന്ന് പറയാനാകില്ല. വിദേശികൾക്കും അവരുടെ ആശ്രിതർക്കും ഏർപ്പെടുത്തിയ ലെവി സംബന്ധിച്ച് പഠനം നടത്താൻ പ്രത്യേക വിഭാഗത്തെ നിയോഗിച്ചിരുന്നതായ വാർത്ത നേരത്തെ മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ പഠന റിപ്പോർട്ട് ഇപ്പോൾ സാമ്പത്തിക വികസന സമിതിക്ക് മുമ്പാകെ സമർപ്പിച്ചു കഴിഞ്ഞു. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഒരു മാസത്തിനകം അറിയാം. ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് വാണിജ്യമന്ത്രി ഡോക്ടർ മാജിദ് അൽ ഖസബി ഇക്കാര്യം പറഞ്ഞത്. നിരവധി കമ്പനികളും സ്ഥാപനങ്ങളും അടച്ചുപൂട്ടിയതും ഫ്ളാറ്റുകൾ കാലിയാകുന്നതും പൗരന്മാർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതിനെല്ലാം കാരണം ലെവിയാണെന്ന് പറയാനാവില്ല. പദവി ശരിയാക്കലും ഡിജിറ്റൽ വ്യവഹാരത്തിലേക്കുള്ള മാറ്റവും സർക്കാരിന്റെ ചെലവ് ചുരുക്കൽ നടപടിയുമെല്ലാം ഇതിന് കാരണമായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നാടിന്റെയും പൗരന്മാരുടെയും നന്മ ഉദ്ദേശിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ലെവി പ്രത്യേക സംഖ്യയായി നിജപ്പെടുത്തുന്ന രീതിയും പരിഗണനയിലുണ്ട്. നിലവിൽ രാജ്യത്തിന്റെ താൽപര്യം ലെവി നിലനിർത്തണമെന്നാണെങ്കിലും അത് സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കേണ്ടത് സാമ്പത്തിക വികസന സമിതിയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ വൺ, ജിദ്ദ. കുവൈത്തിലേക്ക് വരുന്ന തൊഴിലാളികൾക്കായി മാൻ പവർ അതോറിറ്റി കൈപ്പുസ്തകം തയ്യാറാക്കുന്നു. കുവൈത്തിലെത്തുന്നതിന് മുൻപ് തന്നെ അതത് രാജ്യങ്ങളിലെ കോൺസുലേറ്റുകൾ വഴി തൊഴിലാളികൾക്ക് കൈപ്പുസ്തകം ലഭ്യമാക്കാനാണ് അതോറിറ്റിയുടെ പദ്ധതി. വിദേശകാര്യ മന്ത്രാലയത്തിലെ കോൺസുലേറ്റ് കാര്യ അണ്ടർ സെക്രട്ടറി സാമി അൽ ഹംദുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാൻ പവർ അതോറിറ്റി ഉപമേധാവി അബ്ദുള്ള അൽ മുത്തൗത്തിഹാണ് ഇക്കാര്യം അറിയിച്ചത്. 7 ഭാഷകളിലാണ് കൈപ്പുസ്തകം തയ്യാറാക്കുന്നത്. അവകാശങ്ങളെയും ബാധ്യതകളെയും കുറിച്ച് വിദേശ തൊഴിലാളികളെ ബോധ്യപ്പെടുത്തുകയാണ് ലക്ഷ്യം. കുവൈത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ അതത് രാജ്യങ്ങളിലെ കോൺസുലേറ്റുകൾ വഴിയായിരിക്കും തൊഴിലാളികൾക്ക് പുസ്തകം ലഭ്യമാക്കുക. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ തൊഴിലെടുക്കുന്ന രാജ്യത്തെക്കുറിച്ചും അവിടുത്തെ നിയമങ്ങളെക്കുറിച്ചും ധാരണയുണ്ടാകുന്നത് തൊഴിലാളിക്കും തൊഴിലുടമക്കും ഒരുപോലെ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. മീഡിയ വൺ, കുവൈറ്റ് സിറ്റി. തിരുപ്പിറവി സ്മരണയിൽ ക്രൈസ്തവ ലോകം. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി ലോകമെങ്ങും ക്രിസ്തുമസ് ആഘോഷിക്കുന്നു. വിശ്വാസദീപ്തിയിൽ വിണ്ണിലും മണ്ണിലും നക്ഷത്ര വെളിച്ചം വിശ്വാസദീപ്തിയിൽ വിണ്ണിലും മണ്ണിലും നക്ഷത്ര വെളിച്ചം നിറച്ച വിശ്വാസികൾ പുണ്യരാവിനെ എതിരേറ്റു. തിരുപ്പിറവി ശുശ്രൂഷകൾക്കായി ആയിരക്കണക്കിന് വിശ്വാസികൾ ദേവാലയങ്ങളിൽ ഒത്തുചേർന്നു. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം പ്രഖ്യാപിച്ച വലിയ ഇടയന്റെ ജനനം വാഴ്ത്തുകയാണ് ലോകം. സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശം ലോകം മുഴുവൻ പകർന്നു നൽകിയ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ദിനം ആഘോഷമാക്കുകയാണ് വിശ്വാസികൾ. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ കരുണയുടെയും ശാന്തിയുടെയും ദൂതുമായി യേശു പിറന്നതിന്റെ ഓർമ്മ പുതുക്കലാണ് വിശ്വാസികൾക്ക്. അലങ്കാര വിളക്കുകളും പുൽക്കൂടുകളും ക്രിസ്മസ് ഗീതങ്ങളും പുണ്യരാവിന് വർണ്ണശോഭ നൽകി. ദേവാലയങ്ങളിൽ പാതിരാ കുർബാന അടക്കമുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്നു. വിവിധ ക്രൈസ്തവ സഭാ തലവന്മാർ വിശ്വാസികൾക്ക് ക്രിസ്മസ് സന്ദേശം നൽകി. മീഡിയ വൺ, കൊച്ചി. ഗൾഫിൽ പ്രവാസികളായ ക്രിസ്തുമത വിശ്വാസികളും തിരുപ്പിറവി ആഘോഷത്തിലാണ്. വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടന്ന കരോളിലും പാതിരാ കുർബാനയിലും നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കെടുക്കാൻ എത്തിയത്. ഗൾഫിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ ദേവാലയങ്ങളുള്ള രാജ്യമാണ് UAE. രാജ്യത്തെ മിക്ക പള്ളികളിലും പാതിരാ കുർബാനകൾക്ക് വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. വിവിധ രാജ്യക്കാർക്കായി വിവിധ ഭാഷകളിൽ പ്രാർത്ഥനകൾ നടക്കുന്നു എന്നതാണ് ഗൾഫിലെ പള്ളികളിലെ പ്രത്യേകത. ലോകത്തിലുള്ള എല്ലാ ഭാഷകളിലുമുള്ള ആൾക്കാരിവിടെ ഗ്യാദർ ചെയ്യുന്നുണ്ട്. 1 ലക്ഷത്തിന് മേലെ അല്ലെങ്കിൽ 1.5 ലക്ഷത്തിന് മേലെ വിശ്വാസികൾ പങ്കെടുക്കുന്ന ഒരു ചർച്ചാണ്. ഈ ചർച്ചാണ് മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും വലിയ കാത്തലിക് ചർച്ചായിട്ട് കരുതപ്പെടുന്നത്. ആഘോഷം സജീവമാണെങ്കിലും ഗൾഫിൽ ക്രിസ്മസിന് അവധിയില്ല എന്നതിനാൽ പലരുടെയും ആഘോഷം ഇന്ന് ജോലി സ്ഥലത്തായിരിക്കും. ശരിക്കും പറഞ്ഞാൽ നാളെ നമ്മളെല്ലാം ലീവ് ആക്കിയിട്ടുണ്ട്. പ്രത്യേകം പറഞ്ഞ് ഓഫ് എടുത്തിട്ടുണ്ട്. അതുകൂടാതെ നാളെ രാവിലെ തൊട്ട് നമുക്ക് ബുക്കിംഗ് ഉണ്ട്. ഓരോ വീടുകളിൽ നമ്മുടെ പരിചയക്കാരുടെ കൂട്ടുകാരുടെ വീടുകളിൽ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു വിഷമമില്ല. സഭാ തർക്കം വാർത്തകളിൽ നിറയുന്ന കാലത്തും ഒരേ ചർച്ച് കോംപ്ലക്സിൽ വിവിധ ക്രൈസ്തവ സഭകൾ ഒന്നിച്ച് ഐക്യത്തോടെ ക്രിസ്മസ് ആഘോഷിക്കുന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ്. ദുബായ് ചർച്ചുകളിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ ആഗോള ക്രിസ്ത്യൻ സംഗമം കൂടിയാണ്. ദുബൈയിലെ സെന്റ് മേരീസ് കത്തോലിക് ദേവാലയത്തിൽ നിന്നും ക്യാമറ പേഴ്സൺ മൊയിനുദ്ദീനൊപ്പം ഷിനു ഷംസുദ്ദീൻ, മീഡിയ വൺ, ദുബായ്. കുവൈത്തിലും ക്രിസ്തീയ സമൂഹം യേശുദേവന്റെ തിരുപ്പിറവി ആഘോഷിച്ചു. കുർബാനകളിലും ക്രിസ്മസ് ശുശ്രൂഷകളിലും ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്.
കുവൈറ്റ് സിറ്റിയിലെ കത്തീഡ്രൽ പള്ളി, നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ച്, അഹമ്മദി വലിയ പള്ളി എന്നിവിടങ്ങളിൽ വിശ്വാസികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. രാജ്യത്തെ മിക്ക ദേവാലയങ്ങളിലും വിവിധ ഭാഷകളിൽ കുർബാനകൾ നടന്നു. കുവൈത്തിലെ ഏറ്റവും വലിയ ക്രിസ്തീയ ദേവാലയമായ സിറ്റി കത്തീഡ്രലിൽ തിങ്കളാഴ്ച വൈകിട്ട് നടന്ന മലയാളം കുർബാനക്ക് ഫാദർ ജോസഫ് ഡിക്രൂസ് നേതൃത്വം നൽകി. സാൽമിയ സെന്റ് തെരേസാസ് കത്തോലിക്ക പള്ളിയിൽ കുട്ടികൾ നയിച്ച കരോൾ ഗാനാലാപനത്തോടെ ശുശ്രൂഷകൾ ആരംഭിച്ചു. 60 കുട്ടികൾ കരോളിൽ പങ്കെടുത്തു. ഫാദർ ജോൺസൺ നെടുമ്പുറത്തലിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ ബലി അർപ്പിച്ചു. ഫാദർ ഡിക്രൂസ് ക്രിസ്മസ് സന്ദേശം നൽകി. മീഡിയ 1 കുവൈറ്റ് സിറ്റി. വിവിധ ക്രിസ്ത്യൻ സഭകളുടെ ആഭിമുഖ്യത്തിൽ സലാലയിലും വിപുലമായ ക്രിസ്തുമസ് ആഘോഷം നടന്നു. ദാരീസിലെ ചർച്ച് സമുച്ചയത്തിലെ വിവിധ ദേവാലയങ്ങളിൽ പാതിരാ ശുശ്രൂഷകളും നടന്നു. സെന്റ് സ്റ്റീഫൻ ഓർത്തഡോക്സ് ദേവാലയത്തിൽ നടന്ന തീജ്വാല ശുശ്രൂഷയ്ക്ക് ഫാദർ മാത്യു സക്കറിയ നേതൃത്വം നൽകി. വികാരി ഫാദർ ഫിലിപ്പ് വർഗീസ്, കൺവീനർ സുനു ജോൺ എന്നിവരും നേതൃത്വം നൽകി. ദുബായ് KMCC ഘടകത്തിന്റെ പുതിയ സാരഥിയായി ഇബ്രാഹിം എളേറ്റിലിനെ മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം പ്രഖ്യാപിച്ചു. എന്നാൽ തീരുമാനത്തിനെതിരെ സംഘടനയ്ക്കുള്ളിൽ ശക്തമായ പ്രതിഷേധവും രൂപപ്പെട്ടു. ഗ്രൂപ്പ് തർക്കം കാരണം ദുബായ് ഘടകം സാരഥികളുടെ തെരഞ്ഞെടുപ്പ് അനിശ്ചിതമായി നീളുകയായിരുന്നു. ദുബായ് ഘടകം KMCC പ്രസിഡന്റായി ഇബ്രാഹിം എളേറ്റിലിനെയും ജനറൽ സെക്രട്ടറിയായി മുസ്തഫ വേങ്ങരയെയും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഹൈദരലി ശിഹാബ് തങ്ങളാണ് നോമിനേറ്റ് ചെയ്തത്. ഇക്കാര്യം പാർട്ടി പത്രം ചൊവ്വാഴ്ചയാണ് റിപ്പോർട്ട് ചെയ്തത്. നേരത്തെ ദുബായ് ഘടകം പ്രസിഡന്റായിരുന്ന PK അൻവർ നഹ തന്നെ തുടരണമെന്ന് മലപ്പുറം ജില്ലാ കമ്മിറ്റിയും മറ്റും ആഗ്രഹിച്ചിരുന്നു. വ്യക്തികൾക്കിടയിലെ ഭിന്നത തീർക്കാൻ ലീഗ് നേതൃത്വം ഇടപെട്ട് പലവട്ടം സമവായ ചർച്ചകൾ നടത്തിയെങ്കിലും വിജയിച്ചില്ല. തീരുമാനത്തോടുള്ള എതിർപ്പ് വ്യക്തമാക്കുന്ന അൻവർ നഹയുടെ വാട്സാപ്പ് സന്ദേശവും പുറത്തുവന്നു. ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രഖ്യാപിത കമ്മിറ്റി ഏതായാലും എനിക്കറിയില്ല. അത് ബാക്കി കാര്യങ്ങൾ ഇനി പിന്നീട് ആലോചിക്കേണ്ടതാണ്. ദുബായ് ഘടകത്തിലെ മറ്റു ഭാരവാഹികളെ കണ്ടെത്താൻ അതാത് ജില്ലാ കമ്മിറ്റികളോട് നിർദ്ദേശിക്കാൻ KMCC UAE ഘടകം വൈസ് പ്രസിഡന്റും സംഘടനാ തെരഞ്ഞെടുപ്പ് വരണാധികാരിയുമായ അഷ്റഫ് പള്ളിക്കണ്ടത്തെ മുസ്ലിം ലീഗ് നേതൃത്വം ചുമതലപ്പെടുത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ വാട്സാപ്പ് സന്ദേശവും പുറത്തായി. ബന്ധപ്പെട്ട ജില്ലകളിൽ നിന്ന് ഞാൻ നേരത്തെ എൻ്റെ വോയിസിൽ വിശദീകരിച്ചതുപോലെ നോമിനികളെ വാങ്ങിച്ച് ഇന്ന് തന്നെ അയച്ചു തരണം എന്നാണ് സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി KPA മജീദ് സാഹിബ് എന്നെ അറിയിച്ചിട്ടുള്ളതും. ലീഗ് നേതൃത്വം ഇടപെട്ടില്ലെങ്കിൽ സംഘടനക്കുള്ളിലെ ഗ്രൂപ്പ് തർക്കം കൂടുതൽ സങ്കീർണമാകാനാണ് സാധ്യത. മീഡിയ 1 ദുബായ്. ലോകത്തെ ഏറ്റവും നേരിയതെന്ന് അവകാശപ്പെടുന്ന 2 ലാപ്ടോപ്പ് മോഡലുകൾ പുറത്തിറങ്ങി. തായ്വാൻ കമ്പനിയായ അസൂസ് ആണ് കട്ടി കുറഞ്ഞ ഈ ലാപ്ടോപ്പുകളുടെ നിർമ്മാതാക്കൾ. കട്ടി കുറവാണെങ്കിലും യുദ്ധരംഗത്ത് പോലും ഉപയോഗിക്കാവുന്ന കരുത്തുണ്ട് ഇവയ്ക്കെന്ന് നിർമ്മാതാക്കൾ പറയുന്നു. അസൂസിന്റെ സൈഫറസ് S, സെൻബുക്ക് 14 എന്നീ മോഡലുകളാണ് ഏറ്റവും കട്ടി കുറഞ്ഞ ലാപ്ടോപ്പുകളായി പരിചയപ്പെടുത്തുന്നത്. 15.75 മില്ലിമീറ്റർ മാത്രം കട്ടിയുള്ള സൈഫറസ് S ഗെയിമുകൾക്കായി പ്രത്യേകം തയ്യാറാക്കിയതാണെങ്കിൽ സെൻബുക്ക് 14 ഇഞ്ച് സ്ക്രീൻ വിഭാഗത്തിലെ ഏറ്റവും കട്ടി കുറഞ്ഞതാണത്രേ. ഇതിന്റെ സ്ക്രീനിന് അരികുകളില്ല. Biggest screen to body ratio in this market. It has 92% screen to body ratio. That makes this laptop more compact and has a smaller size on the table. So we are currently the only one in the market who are putting a 1080 graphic card inside or within 22 millimeters. കട്ടി കുറവാണെങ്കിലും മിലിറ്ററി ഗ്രേഡ് ലാപ്ടോപ്പുകളാണിവ. ഇന്റൽ കോർ i7 പ്രോസസ്സറുള്ള സൈഫറസ് എസിന് 8,800 ദർഹവും സെൻബുക്ക് 14 5,500 ദർഹവും വില വരും. മീഡിയ 1 ദുബായ്. സൗദിയിൽ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ചോർത്തി പണം തട്ടുന്ന സംഘത്തിലെ 12 പേർ പിടിയിലായി. സ്വദേശികളും വിദേശികളും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് സംഘം വലയിലായത്. ഇവരിൽ നിന്നും ധാരാളം മൊബൈൽ ഫോണുകളും സിം കാർഡുകളും പോലീസ് പിടിച്ചെടുത്തു. മക്കയിൽ വെച്ചാണ് സംഘം പിടിയിലായത്. ബാങ്ക് ഉദ്യോഗസ്ഥരായി ചമഞ്ഞ് അജ്ഞാതരായ ആളുകൾ പണം തട്ടുന്നതായി ചില സ്വദേശികളും വിദേശികളും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ പിടികൂടിയത്. വലിയ തുക സമ്മാനമായി ലഭിച്ചിട്ടുണ്ടെന്നും ക്യാഷ് അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ അക്കൗണ്ട് നമ്പറും മറ്റു വിവരങ്ങളും ഫോണിലൂടെയും സന്ദേശമയച്ചും ആവശ്യപ്പെട്ട് കാശ് തട്ടിയെടുക്കുന്ന സംഘത്തിലെ ആളുകളാണിവർ. 44,000 റിയാലും 45 മൊബൈൽ ഫോണുകളും 101 സിം കാർഡുകളും ഇവരിൽ നിന്നും പിടികൂടിയിട്ടുണ്ട്. കസ്റ്റഡിയിലുള്ള ഇവരെ ഉടനെ പ്രോസിക്യൂഷന് മുമ്പാകെ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു. വ്യത്യസ്ത രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പണം തട്ടുന്ന ആളുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇവരെ കരുതിയിരിക്കണമെന്നും നേരത്തെ ആഭ്യന്തര മന്ത്രാലയം രാജ്യത്തെ സ്വദേശികൾക്കും വിദേശികൾക്കും മുന്നറിയിപ്പ് നൽകിയിരുന്നു. മീഡിയ 1 ജിദ്ദ. UAEയിൽ വിളയിച്ച ഭക്ഷ്യവസ്തുക്കൾക്ക് പ്രചാരണം നൽകാൻ പ്രത്യേക പദ്ധതിയൊരുക്കി ലുലു. UAE പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പുമായി സഹകരിച്ചുകൊണ്ടാണ് ഈ പദ്ധതി.
അബുദാബി കാലിദിയ മാളിലെ ലുലുവിൽ നടന്ന ചടങ്ങിൽ MCCE മന്ത്രി ഡോക്ടർ താനി ബിൻ അഹമ്മദ് അൽ സിയൂദി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, മറ്റു ധാന്യങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകാനുള്ള സർക്കാരിന്റെ പദ്ധതിയാണ് അവർ ഹാർവെസ്റ്റ് വീക്ക്. വർഷങ്ങളായി പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന ലുലു അത് മിതമായ വിലയിൽ ഉപഭോക്താക്കൾക്ക് നൽകുന്നതിലും ശ്രദ്ധ പുലർത്തുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ഇറച്ചി, മീൻ, പാലുൽപ്പന്നങ്ങൾ, പഴം, പച്ചക്കറി എന്നിവയ്ക്ക് പുറമെ ജൈവ പച്ചക്കറികളുടെ പ്രത്യേക വിഭാഗവും ലുലുവിൽ പ്രവർത്തിക്കുന്നുണ്ട്. പ്രാദേശിക ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ മാത്രമല്ല, മികച്ചതും വിഷരഹിതവുമായ ഭക്ഷ്യവസ്തുക്കളെക്കുറിച്ച് ഉപഭോക്താക്കളെ ബോധവൽക്കരിക്കുന്നതിനും ലുലു പ്രതിജ്ഞാബദ്ധമാണെന്ന് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ MA യൂസഫ് അലി പറഞ്ഞു. മീഡിയ 1 ദുബായ്. സൗദി ദമാമിലെ തൃശൂർ സൗഹൃദവേദി വാർഷികവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. സംഗമം ജോളി ലോനപ്പൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കുള്ള ചിത്രരചനയും കളറിംഗ് മത്സരവും സംഘടിപ്പിച്ചു. കുടുംബിനികൾക്കായി പാചക മത്സരവും വാർഷികത്തോടനുബന്ധിച്ച് നടന്നു. സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഇതോടനുബന്ധിച്ച് നടന്നു. മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് വ്യത്യസ്ത കലാപരിപാടികളും അരങ്ങേറി. ഷാജി ചിറയിൽ, സുരേഷ് ശങ്കർ, അഫ്സൽ വടക്കേക്കാട്, ശിശുപാലൻ എന്നിവർ നേതൃത്വം നൽകി. പുതിയ കാലത്തിന്റെ കാഴ്ചകളുമായി രാജ്യാന്തര വീഡിയോ ആർട്ട് ഫോറം സൗദിയിലെ ദമാമിൽ സംഘടിപ്പിച്ചു. രാജ്യത്ത് ഇതാദ്യമായാണ് കാഴ്ചകളുടെ വിസ്മയം തീർത്ത വീഡിയോ ആർട്ട് പ്രദർശനം അരങ്ങേറിയത്. ദമാമിലെ കൾച്ചറൽ ആൻഡ് ആർട്സ് അസോസിയേഷൻ സെന്ററിലാണ് പ്രദർശനം. 18 രാജ്യങ്ങളിൽ നിന്നായി 35 കലാകാരന്മാരുടെ സൃഷ്ടികളാണ് മേളയിൽ പ്രദർശിപ്പിക്കുന്നത്. This is the first time to make this kind of exhibition in Kingdom. We are really proud of ourselves to make this big event here. تفخر جمعية الثقافة والفنون في المنطقة الشرقية من المملكة العربية السعودية أن تحتضن ملتقى الفيديو آرت الدولي الأول الذي يضم 35 عمل من 18 دولة. കലാരംഗത്തെ അതിനൂതന സംവിധാനങ്ങളെയും വളർച്ചയെയും രാജ്യത്തെ കലാകാരന്മാർക്കിടയിൽ പരിചയപ്പെടുത്തുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. മേളയുടെ ഭാഗമായി വീഡിയോ ആർട്ട് പരിശീലനവും നൽകുന്നുണ്ട്. 5 ദിവസമായി തുടരുന്ന പ്രദർശനം ഇന്ന് സമാപിക്കും. നൗഷാദ് റിക്കോർ, മീഡിയ 1 ദമാം. ബഹ്റൈനിലും പ്രവാസികൾ ക്രിസ്മസ് സമുചിതം ആഘോഷിച്ചു. ചർച്ചുകളിൽ വിശുദ്ധ കുർബാനയും പ്രത്യേക ശുശ്രൂഷകളും നടന്നു. വിവിധ പ്രവാസി കൂട്ടായ്മകളുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ വരും ദിവസങ്ങളിലും നടക്കും. തിരുപ്പിറവിയുടെ ഓർമ്മകൾ അയവിറക്കി ബഹ്റൈനിലെ ക്രിസ്തീയ വിശ്വാസികൾ ക്രിസ്മസിനെ ഭക്തിയാദരപൂർവ്വം വരവേറ്റു. ദിവസങ്ങൾക്ക് മുമ്പേ നക്ഷത്രവിളക്കുകളുടെ വർണ്ണപ്രഭയിൽ തിളങ്ങിയ ദേവാലയങ്ങളിൽ നടന്ന പ്രാർത്ഥനകളിലും പ്രത്യേക ശുശ്രൂഷകളിലും വിശ്വാസികൾ കുടുംബസമേതം തന്നെ പങ്കെടുത്തു. എല്ലാ വർഷങ്ങളിലെയും പോലെ ഈ വർഷവും ബഹ്റൈൻ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനി ഇടവകയുടെ ദേവാലയത്തിൽ പാതിരാ കുർബാനയോടെ ക്രിസ്മസിൻ്റെ ശുശ്രൂഷകൾ നടത്തപ്പെടുകയുണ്ടായി. ഇടവാംഗങ്ങൾ എല്ലാവരും ഭക്തിയോടെ ദൈവത്തിൻ്റെ പിറവി ഏറ്റവും ഉചിതമായ നിലയിൽ ആചരിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. വീടുകളിൽ പുൽക്കൂടൊരുക്കിയും നക്ഷത്രവിളക്കുകളാൽ അലങ്കരിച്ചും കാത്തിരുന്ന ക്രിസ്മസ് ദിനം പ്രവൃത്തി ദിനമായത് പരിമിതിയായി തീർന്നെങ്കിലും പ്രവാസികളുടെയും കുടുംബങ്ങളുടെയും ആഘോഷപ്പരിമക്ക് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഈ പ്രാവശ്യം ബേർണിലാണെങ്കിലും നാട്ടിലേക്കാട്ടിലും നല്ല രീതിയിൽ ഞങ്ങളിവിടെ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. തുടർ ദിവസങ്ങളിലും വാരാന്ത്യ അവധി ദിനങ്ങളിലും പ്രവാസി കൂട്ടായ്മകളുടെയും ക്രിസ്ത്യൻ ദേവാലയങ്ങളുടെയും നേതൃത്വത്തിൽ വിപുലമായ ആഘോഷ പരിപാടികൾ തുടരും. ക്യാമറ പേഴ്സൺ ആന്റണിയോടൊപ്പം സിറാജ് പള്ളിക്കര, മീഡിയ 1 ബഹ്റൈൻ. യേശുപ്പിറവിയുടെ സ്മരണകൾ പുതുക്കി ഖത്തറിലെ പ്രവാസികളും ക്രിസ്മസ് ആഘോഷിച്ചു. ക്രിസ്മസ് ഉൽപ്പന്നങ്ങളുടെ വിപണിയിൽ ഇത്തവണയും നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. ഖത്തറിൽ ചൂടുമാറി വന്ന തണുപ്പിലേക്കാണ് ക്രിസ്മസ് എത്തിയത്. അലങ്കാര നക്ഷത്രങ്ങളും ക്രിസ്മസ് ട്രീയുമൊക്കെ ഒരുക്കി ദിവസങ്ങൾക്ക് മുൻപേ തന്നെ മലയാളികൾ ക്രിസ്മസിനെ വരവേറ്റു. തലേന്ന് രാത്രിയോടെ പുൽക്കൂടും ഒരുങ്ങി. പിന്നെ പ്രാർത്ഥനകളും മറ്റു ചടങ്ങുകളും. ക്രിസ്മസ് ദിനം അവധിയില്ലായിരുന്നുവെങ്കിലും ഉച്ചയ്ക്ക് ജോലി കഴിഞ്ഞെത്തിയതോടെ വീണ്ടും ആഘോഷങ്ങളിലേക്ക്. ക്രിസ്മസ് ഒരുക്കാൻ വേണ്ട എല്ലാ വസ്തുക്കളും ഖത്തറിന്റെ വിവിധയിടങ്ങളിൽ ലഭ്യമായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇച്ചിരി ചെറിയ പുൽക്കൂടായിരുന്നു. ഇപ്രാവശ്യം നമ്മളത് വലുതാക്കി വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്ലാറ്റ്ഫോം ഒക്കെ കെട്ടി ഭയങ്കര ആഘോഷമായിട്ട് എല്ലാ ഐറ്റംസ് ഇവിടെ തന്നെ കിട്ടും. ഭയങ്കര ലോ കോസ്റ്റ് പുൽക്കൂടാണ്. നമ്മൾ കുറേ പൈസയൊന്നും മുടക്കിയിട്ട് ഇതിന്. ചൈന, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ നിന്നാണ് ക്രിസ്മസ് ഉൽപ്പന്നങ്ങൾ പ്രധാനമായും ദോഹയിലേക്ക് എത്തുന്നത്. സാന്താക്ലോസ് വേഷവും തൊപ്പിയും ക്രിസ്മസ് ട്രീയും നക്ഷത്രങ്ങൾക്കുമെല്ലാം വിപണിയിൽ ആവശ്യക്കാരേറെ ഉണ്ടായിരുന്നു. മലയാളിയുടെ ക്രിസ്മസ് ആഘോഷത്തിന് പ്രവാസ മണ്ണിലും ഒട്ടും കുറവില്ല. കരോളും പുൽക്കൂടും പാപ്പയുമൊക്കെയായി ദോഹയിലെ മലയാളികളും ക്രിസ്മസ് പൊടിപൊടിക്കുകയാണ്. ദോഹയിലെ അബു ഹമൂറിൽ നിന്നും മീഡിയ 1 വേണ്ടി PC സൈഫുദ്ദീൻ.
ദുബായ് CSI മലയാളം പാരിഷിൽ പ്രത്യേക ക്രിസ്മസ് ചടങ്ങുകൾ നടന്നു. നൂറുകണക്കിന് വിശ്വാസികൾ പങ്കുചേർന്നു. ഡോക്ടർ PK കുരുവിള ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. അക്ഷരവസന്തം തീർത്ത് 4ാമത് ജിദ്ദ അന്താരാഷ്ട്ര പുസ്തകമേള നാളെ ആരംഭിക്കും. 40 രാജ്യങ്ങളിൽ നിന്നായി 400 പ്രസാധകർ മേളയിൽ പങ്കെടുക്കും. പുസ്തകം സഹിഷ്ണുതയും സമാധാനവും എന്ന ശീർഷകത്തിലാണ് ഇപ്രാവശ്യത്തെ മേള. സൗദി സാംസ്കാരിക വാർത്താവിതരണ മന്ത്രാലയത്തിന് കീഴിൽ ജിദ്ദയിലെ സൗത്ത് അബുഹൂറിൽ 25,000 ചതുരശ്ര മീറ്ററിൽ ഒരുക്കിയ പവലിയനിലാണ് മേള നടക്കുന്നത്. മക്ക ഗവർണർ അമീർ ഖാലിദ് അൽ ഫൈസൽ മേള ഉദ്ഘാടനം ചെയ്യും. 40 രാജ്യങ്ങൾ ഇത്തവണ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. രാജ്യത്തിനകത്തു നിന്നും 130ഉം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള 270 ഉൾപ്പെടെ 400 പ്രസാധകരുടെ വിവിധ തലങ്ങളിലുള്ള 1,80,000 പുസ്തകങ്ങളാണ് മേളയിൽ ഉണ്ടാവുക. 50ഓളം കലാസാംസ്കാരിക വിനോദ പരിപാടികളും മേളയിൽ അരങ്ങേറും. ദിനംപ്രതി 50,000 ആളുകൾ സന്ദർശകരായി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മേളയ്ക്ക് മേൽനോട്ടം വഹിക്കുന്ന അബ്ദുള്ള ഹസൻ അൽ കിനാനി പറഞ്ഞു. മാധ്യമരംഗത്തും എഴുത്തിന്റെ മേഖലയിലും മികച്ച സംഭാവനകൾ അർപ്പിച്ച 5 സൗദി പ്രമുഖരെ മേളയിൽ ആദരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പുരാവസ്തു പ്രദർശനം, ഫോട്ടോഗ്രാഫി സ്റ്റാളുകൾ, ചിത്രകല, അറബിക് കാലിഗ്രാഫി തുടങ്ങിയവ മേളയിൽ ഉണ്ടാവും. ശില്പശാലകൾ, പ്രഭാഷണങ്ങൾ, നാടകങ്ങൾ, ഡോക്യുമെന്ററി പ്രദർശനങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. 200-ലധികം ഗ്രന്ഥകാരന്മാർ തങ്ങളുടെ സ്വന്തം കൃതികൾ ഒപ്പുവെച്ചു നൽകും. സ്വദേശികളും വിദേശികളുമായ ലക്ഷക്കണക്കിന് അക്ഷരസ്നേഹികൾ 10 ദിവസം നീണ്ടു നിൽക്കുന്ന മേളയിൽ സന്ദർശകരായെത്തും. സാദിഖ് അലി തുവൂർ, മീഡിയ 1, ജിദ്ദ. മാതാപിതാക്കൾ കുട്ടികൾക്കൊപ്പം കൂടുതൽ സമയം ചെലവിടാൻ ആവശ്യപ്പെട്ട് ദുബായ് പോലീസ് പ്രത്യേക ക്യാമ്പയിന് തുടക്കമിട്ടു. UAE-യിലെ മാതാപിതാക്കൾ ദിവസം ശരാശരി അരമണിക്കൂർ മാത്രമാണ് കുട്ടികൾക്കൊപ്പം ചെലവിടുന്നത് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ ബോധവൽക്കരണം. മക്കൾക്കൊപ്പം നിൽക്കൂ, അവർ നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന സന്ദേശവുമായാണ് ദുബായ് പോലീസ് 1 മാസം നീളുന്ന പ്രചാരണത്തിന് തുടക്കമിട്ടത്. ജുവനൈൽ അസോസിയേഷന്റെ കൂടി സഹകരണത്തോടെയാണ് ഈ ക്യാമ്പയിൻ. കുട്ടികൾക്കൊപ്പം ചെലവിടുന്നതിനേക്കാൾ കൂടുതൽ സമയം മാതാപിതാക്കൾ സാമൂഹിക മാധ്യമങ്ങളിലും മൊബൈലിലും ചെലവിടുന്നു എന്ന് പഠനം ചൂണ്ടിക്കാട്ടുന്നു. കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാതാപിതാക്കൾ തന്നെയാണ് മുൻകൈയെടുക്കേണ്ടതെന്ന് പോലീസ് പറഞ്ഞു. ക്യാമ്പയിൻ കാലത്ത് സ്കൂളുകൾ മുഖേന മാതാപിതാക്കൾക്ക് കൈമാറാനായി കുട്ടികൾ വഴി ബോധവൽക്കരണ ലേഖകൾ കൊടുത്തയക്കും. മുഴുവൻ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലും മാതാപിതാക്കൾക്കായി ഇക്കാലയളവിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പോലീസ് അറിയിച്ചു. മീഡിയ 1, ദുബായ്.